സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇന്നലെ രാത്രിയോടെ ഇറാന്റെ ആകാശത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ടെഹ്റാനെ സംബന്ധിച്ചാണ് കൂടുതലായും ഈ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ടെഹ്റാന്റെ ആകാശം തങ്ങളുടെ നിയന്ത്രണത്തിലായി എന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. ഇതുകൊണ്ട് പ്രൈമറി ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇറാന്റെ ആകാശത്ത് വളരെ ഫ്രീ ആയിട്ട് ഇസ്രായേലിന് അൺഡിറ്റേർഡ് ആയിട്ട് വന്നു പോകാൻ സാധിക്കും. അതായത് ഇസ്രായേലിന്റെ വിമാനങ്ങൾ ഇറാന്റെ ആകാശത്ത് പറക്കുന്നതിനെ തടയാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് ഇതിന്റെ പ്രാഥമികമായ അർത്ഥം. ഇസ്രായേൽ വിമാനങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഒരു തരത്തിലുള്ള ഹിൻഡ്രൻസും ഇല്ലാതെ, തടസ്സങ്ങളുമില്ലാതെ ഇറാന്റെ ആകാശത്ത് പറക്കാൻ സാധിക്കും. അതാണ് ഇറാന്റെ ആകാശം പിടിച്ചടക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇറാന് അവിടത്തേക്കൊരു ആകാശത്തേക്ക് എന്തെങ്കിലും ഒന്ന് പൊന്തിക്കാൻ, അതായത് ഇറാന്റെ വിമാനങ്ങൾ പൊന്തിക്കാനോ, ടെഹ്റാന്റെ ആകാശത്തെക്കുറിച്ചാണ് സ്പെസിഫിക് ആയിട്ട് നിയന്ത്രിച്ചുള്ളത്. അപ്പോൾ ടെഹ്റാനിൽ നിന്ന് ഒരു മിസൈല് ലോഞ്ച് ചെയ്യുവാനോ അല്ലെങ്കിൽ ടെഹ്റാനിൽ നിന്ന് ഇറാൻ ഒരു ഫൈറ്റർ ജെറ്റ് പൊന്തിക്കുവാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധിക്കില്ല. കാരണം ആകാശം എന്നുള്ളത് അവിടെ സുപ്പീരിയോറിറ്റി ഇപ്പം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഇസ്രായേലിന്റെ വിമാനങ്ങൾ നിരന്തരമായി അവിടെ ഉണ്ടാവും. ഇസ്രായേലിന്റെ കണ്ണുകൾ നിരന്തരമായി ഇറാന്റെ മണ്ണിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാന്റെ ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിന് ബോംബ് ചെയ്യാം. ഇതാണ് ഇതിന്റെ അടിസ്ഥാന മീനിങ്. എവിടെ വേണമെങ്കിലും ബോംബിടാം. ഇവിടെ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലേക്ക് 2500 കിലോമീറ്റർ അകലേക്ക് ഒരു ബോംബ് ഒരു മിസൈലിന്റെ അറ്റത്ത് ഘടിപ്പിച്ച് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ബോംബ് അയക്കാൻ ഇറാനിൽ നിന്ന് ഒരു മിസൈൽ അവിടെ വരെ പോകണം. ആ പോയ സാധനം തിരിച്ചു വരില്ല, അത് അവിടെ തീർന്നു. അപ്പോൾ ഒരു ബോംബും കൊണ്ടാണ് ഒരു മിസൈൽ പോകുന്നത്. നേരെ മറിച്ച് എത്രയോ ബോംബുകളുമായിട്ടാണ് ഒരു വിമാനം ഇതിന്റെ ആകാശത്ത് വന്ന് നിൽക്കുന്നത്. കൃത്യമായിട്ട് വേണ്ട സ്ഥലത്ത് കൊണ്ട് ഇട്ടാൽ മതി. അപ്പം മിസൈല് അയക്കുന്നതിനേക്കാൾ എത്രയോ ചീപ്പാണ് വിമാനത്തിൽ നിന്ന് ബോംബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞത് ടെഹ്റാൻ ഞങ്ങൾ കത്തിക്കും എന്ന് പറഞ്ഞത്. എത്ര ബോംബ് വേണമെങ്കിലും ഒരു സമയം കൊണ്ട്, ഒരേ സമയം എത്ര ബോംബ് വേണമെങ്കിലും ടെഹ്റാനിനെ കൊണ്ടുവരാൻ ഇസ്രായേലിനെ കൊണ്ട് സാധിക്കും. ഇവരിപ്പം മിസൈലുകൾ അയച്ച് 100-150 മിസൈലുകൾ ഒന്നിച്ചയച്ച് അതിനകത്തുനിന്ന് ഒരു ലെസ് ദാൻ 10% ഇസ്രായേലിന്റെ മണ്ണിലേക്ക് കടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അയൺ ഡോം ഫെസിലിറ്റിയെ കടന്ന് ഒരു 10%, ആ 10%ഓളം മിസൈലുകൾ ഉള്ളിൽ കടന്നാൽ തന്നെ അതിനകത്തുനിന്ന് ഒരു 10% ജനവാസ മേഖലകളിൽ വീഴും, ബാക്കി എവിടെയെങ്കിലുമൊക്കെ വീഴും. അപ്പൊ ആളുകളെ കൊല്ലുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെ ഇറാൻ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തങ്ങൾക്ക് എത്ര ആളുകളെ വേണമെങ്കിലും കൊല്ലാൻ സാധിക്കും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലിന്റെ നാട്ടിൽ ചെയ്യുന്നത്, ഇറാനിൽ നിന്ന് ഒരു മിസൈൽ പുറപ്പെടുന്നതിന് ഏകദേശം 10-15 മിനിറ്റ് മുമ്പ് തന്നെ ഇസ്രായേലിന് ജനങ്ങൾക്ക് മൊബൈലിൽ മെസ്സേജ് കൊടുക്കാൻ സാധിക്കും. അവർക്ക് ഇവിടുന്ന് മിസൈൽ പൊങ്ങുന്നത് കാണാൻ പറ്റും. അവരുടെ സർവീലൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഇവിടുന്ന് മിസൈല് ഇസ്രായേലിൽ ലക്ഷ്യമാക്കി പൊന്തുമ്പോൾ തന്നെ അവർ വിവരം കൊടുക്കും. അപ്പോൾ 10-15 മൊബൈൽ വിവരം കിട്ടി, ഇപ്പോൾ ആൾക്കാർക്ക് അറിയാം വരുന്നുണ്ട്. പിന്നെ മിസൈല് ഇസ്രായേലിന്റെ എയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ 90 സെക്കൻഡിനുള്ളിലാണ് നിലത്ത് വീഴുക. അപ്പോൾ സൈറൺ മുഴങ്ങും. 90 സെക്കൻഡിന് മുമ്പ് സൈറൺ മുഴങ്ങും. ആ സൈറൺ മുഴങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പോലും ബങ്കറിൽ പ്രവേശിക്കാതിരിക്കരുത് എന്നാണ് ജനങ്ങൾക്ക് കൊടുത്തുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ആ നിമിഷം തന്നെ ആളുകൾ ബങ്കറിനുള്ളിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് ഈ മരണസംഖ്യ കുറഞ്ഞിരിക്കുന്നില്ല. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ മരിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഈ ബങ്കറുകളിലേക്ക് ആളുകൾ ഒളിക്കുന്നു. ഇതാണ് അവിടുത്തെ സിസ്റ്റം. നേരെ മറിച്ച് ഇസ്രായേൽ ടെഹ്റാനിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന സ്ഥലങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ അവർക്ക് മൊബൈൽ മെസ്സേജ് കിട്ടുന്നുണ്ട്. അതായത് കൃത്യമായി ഇന്റലിജൻസ് വർക്ക് വഴി ടെഹ്റാനിലെ ആളുകളുടെ മൊബൈൽ നമ്പർ പോലും ഇസ്രായേൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബെയ്റൂത്തില്, ലെബനോണില് ഇസ്രായേൽ ബോംബ് ചെയ്യുന്നതിന് മുൻപ് ബെയ്റൂത്തിൽ ഈ പരിപാടി അവർ ചെയ്തിരുന്നു. ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഹെസ്ബുള്ളയുടെ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് സംശയം തോന്നിയാൽ ആ ബിൽഡിംഗ് ബോംബ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ബിൽഡിങ്ങിലുള്ള ആളുകൾക്ക് മൊബൈൽ മെസ്സേജും പിന്നെ വോയിസ് മെസ്സേജുകളും ഒരു മൊബൈലിൽ അയച്ചു കൊടുത്തിരുന്നു. അവിടെയുള്ള ആളുകളുടെ മൊബൈൽ നമ്പറുകൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിന് മെസ്സേജ് കൊടുക്കും, ഈ ബിൽഡിംഗ് ഞങ്ങൾ തകർക്കാൻ പോവാണ്. അപ്പോൾ അത് തകർക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് 10-15 മിനിറ്റ് സമയം മുൻപ് തന്നെ ഇവർ അറിയിക്കുകയും ആളുകൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന സമയത്താണ് അവിടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ടെഹ്റാനിലും ഇസ്രായേൽ ഈ ടെക്നോളജി അപ്ലൈ ചെയ്യുന്നു. അവിടുത്തെ ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു മുൻകൂട്ടി, ഞങ്ങൾ ഇന്ന ഫ്ലാറ്റ് സിസ്റ്റം കെട്ടിട സമുച്ചയം ആക്രമിക്കാൻ പോവാണ്, രക്ഷപ്പെട്ടുള്ളൂ. അപ്പോൾ ആളുകൾ മുഴുവൻ ഒഴിഞ്ഞു പോയ ശേഷമാണ് കെട്ടിട സമുച്ചയം ആക്രമിക്കുന്നത്. നേരെ മറിച്ച് ഇറാനെ സംബന്ധിച്ച് സർപ്രൈസ് അറ്റാക്കാണ്. അവിടെ ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് ഇറാൻ സ്വീകരിക്കുന്ന നയം. ഇത് ഖമനേയി നേരിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എന്നാണ് പറയുന്നത്. അതായത് ജെറുസലേമിലെ ആളുകൾ അല്ലെങ്കിൽ ഇസ്രായേലിലെ ആളുകൾ ധാരാളമായി മരിക്കുമ്പോൾ ഇസ്രായേലിലെ ജനം നെതന്യാഹുവിനെതിരെ തിരിഞ്ഞ് നെതന്യാഹുവിനെതിരെ സമരം സംഘടിപ്പിക്കട്ടെ എന്നാണ് നമ്മളുടെ ഖമനേയിയുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വന്ന ഒരു സംഗതി. നേരെ മറിച്ച് ഇറാന്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വന്നൊരു സംഗതി, അവിടുത്തെ ജനങ്ങൾക്കെതിരല്ല തങ്ങൾ ഖമനേയിക്ക് മാത്രമാണ് എതിര്, ഭരണ നേതൃത്വത്തിന് മാത്രമാണ് എതിര് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്
ആ ജനത്തെ കൊണ്ട് ഈ ബുദ്ധിമുട്ടുകൾക്ക് മുഴുവൻ കാരണക്കാരായ ഈ മത നേതൃത്വത്തിന് ഭരണത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ആ ജനങ്ങളെ, മരിച്ചു പോകാത്ത ജനങ്ങളെ, ജീവനുള്ള ജനങ്ങളെ ഈ ഭരണ നേതൃത്വത്തിൽ തിരിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്ന തന്ത്രം. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ഒന്ന് കൊല്ലാൻ ശ്രമിക്കുന്നു, മറ്റവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇനി ആകാശ നിയന്ത്രണത്തിലായി എന്ന് പറയുമ്പം ഇറാൻ അത് നിഷേധിച്ചിട്ടില്ല. ഇറാൻ പറയുന്നു ഇനിയും ഞങ്ങൾ മിസൈലുകൾ അയക്കും എന്നാണ്. വീണ്ടും ഒരു ഭീഷണിപ്പെടുത്താണ്, ഞങ്ങൾ 100 കണക്കിന് മിസൈലുകൾ ഇനിയും അയക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു പറയുന്നുണ്ട്. അവർക്ക് സെൻട്രൽ ഇറാനിലും ഒക്കെ വെച്ച് കുറച്ചും കൂടി ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആകാശത്ത് പൂർണ്ണമായൊരു സൂപ്രമസി, രാജ്യത്തിന്റെ മുഴുവൻ ആകാശത്തും ഇതുപോലെ സൂപ്രമസിൽ എത്തിക്കഴിഞ്ഞാൽ അവരെവിടുന്ന് മിസൈൽ പോകുന്നു ആ മൊമെന്റിൽ തന്നെ അവിടെ ബോംബ് ചെയ്ത് ആ മിസൈൽ ലോഞ്ചറിനെ നശിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇത് ഒരു സ്വപ്നതുല്യമായ ഒരു അച്ചീവ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കണം. 3.5 വർഷമായി ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. റഷ്യ എത്രയോ വലിയൊരു രാജ്യമാണ്, എന്നിട്ടും ഉക്രൈന്റെ ആകാശത്ത് ഇതുപോലത്തെ ഒരു മേൽക്കൈ നേടാൻ ഒരിക്കലും റഷ്യക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ട്രഞ്ച് യുദ്ധമാണ് നടക്കുന്നത്. ട്രഞ്ച് യുദ്ധം എന്ന് പറഞ്ഞാൽ ആർട്ടിലറി, ട്രഞ്ച് കുഴിച്ച് അതിനകത്ത് ഒളിച്ചിരുന്നുകൊണ്ട് വെടിവെക്കുക, പീരങ്കി കൊണ്ട് മുന്നേറുക, ഇത്തരം യുദ്ധമാണ് നടക്കുന്നത്. എയർഫോഴ്സിന് 2 വിഭാഗത്തിലും ആളുകൾക്കും മറ്റേ എയറിൽ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെയും എയർ സുപ്പീരിയോറിറ്റി ഉള്ളത് ഉക്രൈൻ ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ടെക്നോളജി ആപ്ലിക്കേഷന്റെ വ്യത്യാസമാണ്. ഇസ്രായേൽ അപ്ലൈ ചെയ്യുന്നത് ഹൈ ലെവൽ ടെക്നോളജിയാണ്. ഇസ്രായേലിന്റെ പൈലറ്റ്സ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പൈലറ്റ്സ് ആണ്. ഇപ്പൊ ഇന്ന് വാട്സ്ആപ്പ് ജേർണൽ കൊടുത്തിട്ടുള്ള ഒരു ആർട്ടിക്കിളിൽ റഷ്യയുടെ പൈലറ്റ്സിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ദേ ആർ ഡ്രൈവിംഗ് ആർട്ടിലറി എന്നാണ്. അതായത് വെടിവെക്കാൻ പറ്റുന്ന ഒരു സാധനം പറപ്പിച്ചുകൊണ്ട് പോകുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ക്വാളിറ്റി ഒന്നും റഷ്യൻ പൈലറ്റ്സിന് ഇല്ല എന്നാണ് വാൾസ്ട്രീറ്റ് ജേർണലിൽ പറയുന്നത്. നേരെ മറിച്ച് ഇസ്രായേലിന്റെ പൈലറ്റ്സ് എന്ന് പറയുന്നത് സൈബർ സ്പെഷ്യലിസ്റ്റുകളാണ്, ഇന്റലിജൻസ് സ്പെഷ്യലിസ്റ്റുകളാണ്, ഫ്ലൈയിങ് റോബോട്ട്സ് എന്നാണ് അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ, മൊസാദ് കൊടുക്കുന്ന വിവരങ്ങളും അതുപോലെ മറ്റ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ട് വിവരങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് റിയൽ ടൈം ഡിസിഷൻസ് എടുത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആളുകളാണ് ഇസ്രായേൽ പൈലറ്റ്സ് എന്നാണ് വാൾസ്ട്രീറ്റ് ജേർണലിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വേൾഡ് ക്ലാസ് പൈലറ്റുകളും കൂടാതെ മൊസാദിന്റെ താഴെ ഭൂമിയിലുള്ള പ്രവർത്തനങ്ങൾ, അവര് ഇറാന്റെ സർവ്വ മേഖലകളിലും നുഴഞ്ഞു കയറി അവരുടെ ഇന്റലിജൻസ് നെറ്റ്വർക്ക് പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. അവരുടെ സൈബർ സ്പേസുകളിൽ മുഴുവൻ നുഴഞ്ഞു കയറി വേണ്ട വിവരങ്ങൾ ശേഖരിക്കുകയും ഇറാന് വേണ്ട സ്ഥലങ്ങളിൽ തെറ്റായ വിവരങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇറാനെ ആകെ കുഴപ്പത്തിലാക്കിയിരിക്കുക. ഇറാൻ ഒരു തരത്തിലും പോകാൻ പറ്റാത്ത ഒരു ടാങ്കിലുള്ള ഒരു തരം വലയിൽപ്പെട്ട പോലത്തെ അവസ്ഥയിലായിപ്പോയി ഇറാൻ. ആകാശം പിടിച്ചെടുത്തു, താഴെ ഇന്റലിജൻസ് നെറ്റ്വർക്കുകളൊക്കെ പൂർണ്ണമായും അവരുടെ ക്വിഡ് ഫോഴ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ക്വിഡ് ഫോഴ്സ് അത് മിലിറ്ററി ഇന്റലിജൻസ് ആണ്. ആ മിലിറ്ററി ഇന്റലിജൻസിന് 10 കമാൻഡ് സെന്ററുകൾ ടെഹ്റാനുള്ളത് പരിപൂർണമായിട്ടും ബോംബിട്ട് തകർത്തുകൾ. അപ്പൊ അവരുടെ മിലിറ്ററി ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഏകദേശം ഇല്ലാത്ത അവസ്ഥയിലായിപ്പോയി. ഇപ്പൊ എവിടെയെങ്കിലും മൂലയ്ക്ക് ഒളിച്ചു വെച്ചിട്ടുള്ള മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് അവർക്ക് മിസൈലുകൾ അയക്കാം. അവരുടെ മൊത്തം ലോഞ്ചിങ് പ്ലാറ്റ്ഫോമുകളിൽ ഏകദേശം 40% തകർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. 40%. ഇപ്പൊ 60% മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചാണ് അവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എയർ സുപ്പീരിയോറിറ്റി നേടുക വഴി അല്ലെങ്കിൽ എയർ കൺട്രോൾ നേടുക വഴി ഇനിയും കൂടുതൽ മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോമുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പം റഷ്യയെ സംബന്ധിച്ച് 3.5 കൊല്ലം ചെയ്തിട്ട് പറ്റാത്ത ഒരു കാര്യമാണ് 3 ദിവസം കൊണ്ട് ഇസ്രായേൽ നേടിയെടുത്തത് എന്നുള്ളത്. യുദ്ധങ്ങളുടെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ലായി മാർക്ക് ചെയ്യപ്പെടുമെന്നാണ് വാൾസ്ട്രീറ്റ് ജേർണലിലെ ഈ ലേഖനം സൂചിപ്പിക്കുന്നത്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഈ F-35 എന്ന് പറയുന്ന വിമാനം ഉപയോഗിച്ചിട്ടാണ് എയർ സുപ്പീരിയോറിറ്റി ഇവർ നേടിയെടുത്തത്. F-35 എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്ലൈറ്റ് ആണ്. അത് വളരെ റിസ്കി ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടതെന്ന് വിചാരിച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഈ ആകാശം തുറന്നു കിട്ടിയ സ്ഥിതിക്ക് ഇനി ചീപ്പർ ഫ്ലൈറ്റുകൾ ഉപയോഗിക്കാം. F-15, F-16 മുതലായ ഫ്ലൈറ്റുകൾ ഉപയോഗിച്ച് ഈ യുദ്ധം കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത്രയും ദിവസങ്ങളിൽ ഇവർ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന F-35കളാണ്. ഇനി F-16ഉം F-15ഉം ബാക്കി സാധാരണ വിമാനങ്ങളൊക്കെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാം. കാരണം ഇറാന്റെ എയർ ഡിഫൻസ് പൂർണ്ണമായും തകർന്നുപോയി. ഇറാനെ സംബന്ധിച്ച് അവർ എയർ ഡിഫൻസിന് പൂർണ്ണമായും അവർ നേരത്തെ മുതലേ എയർ ഡിഫൻസ് ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് ഈ വാൾസ്ട്രീറ്റ് ജേർണലിലെ ആർട്ടിക്കിൾ പറയുന്നത്. അവർ കൂടുതലായിട്ട് മിസൈൽ ഡിഫൻസിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. മിസൈൽ ഡിഫൻസ് എന്ന് പറയുമ്പോൾ അവർ വിചാരിച്ചത് ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് വരാൻ പോകുന്നത് ബാലിസ്റ്റിക് മിസൈൽസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് എന്ന് പറയുന്നത് എയർ ഡിഫൻസിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. എയർ ഡിഫൻസിനകത്ത് വിമാനങ്ങളെയും ഡ്രോണുകളെയും മറ്റ് എല്ലാ ഫ്ലൈയിങ് ഓബ്ജക്ട്സിനെയും തടയുവാനുള്ള സംവിധാനങ്ങളുള്ള ഒരു ഡിഫൻസ് സിസ്റ്റമാണ് എയർ ഡിഫൻസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രം ചെറുക്കാനുള്ള ഒരു സംവിധാനമാണ്. അതിന്റെ ഒന്നാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒത്തിരി മോളിൽ വരുന്ന ഓബ്ജക്ട്സിനെ മാത്രമേ ഡിറ്റക്ട് ചെയ്യൂ എന്നുള്ളതാണ്. താഴ്ന്നു പറന്നു വരുന്ന ഡ്രോണുകളെയോ
കുറച്ചും കൂടി താഴ്ത്തി ഈ മിസൈലുകളെ കഴിഞ്ഞ് കുറച്ചും കൂടി റേഞ്ച് താഴ്ത്തി പറത്തി വരുന്ന യുദ്ധവിമാനങ്ങളോട് ഡിറ്റക്ട് ചെയ്യാൻ ഉള്ള റഡാർ സിസ്റ്റങ്ങൾ ഇതിനില്ല. അപ്പൊ അങ്ങനെ വരുമ്പം ഇറാന്റെ ആകാശത്തേക്ക് കടന്നു കയറി വിമാനങ്ങളെ ഒന്നും തന്നെ ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അത് അവർ ചെയ്തു വെച്ചിരുന്നത് ഇസ്രായേൽ പറന്നു വരാൻ അവർ പ്രതീക്ഷിച്ചത് സിറിയയുടെ മുകളിൽ കൂടെയാണ്. അപ്പൊ സിറിയയുടെ മുകളില് പിന്നെ ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് സിറിയയിൽ ത്രൂ ഔട്ട് അവർ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബോംബിങ്ങിലൂടെ സിറിയയിലെ മുഴുവൻ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഇസ്രായേൽ തകർത്ത് കളഞ്ഞു. ഈ കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച വരെ അവർ സിറിയയിൽ ബോംബിംഗ് നടത്തിയിട്ടുണ്ട്. അവസാനത്തെ എന്തെങ്കിലും ട്രേസസ് ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി നശിപ്പിച്ച് കളയാൻ വേണ്ടിയാണ് സിറിയയിൽ അവരങ്ങനെ ബോംബിംഗ് നടത്തിയത്. അതിനുശേഷം ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ സിറിയയിലൂടെ ഒരു എയർ ഹൈവേ ഇറാനിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ട് എന്നാണ്. എയർ ഹൈവേ എന്ന് പറഞ്ഞാൽ അൺഡിറ്റക്റ്റഡ് ആയിട്ട് സിറിയയുടെ മുകളിലൂടെ പറന്ന് അവർക്ക് ഇറാനിലെത്താൻ സാധിക്കും. അതായത് സിറിയ ക്രോസ് ചെയ്ത് വരുന്നത് വരെ ഒരു തരത്തിലും ഇവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഇറാൻ വാസ്തവത്തിൽ എയർ ഡിഫൻസിന് പകരം അവര് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന സാധനത്തിന് മുകളിലായിരുന്നു. ആ ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ട് വെട്ടിക്കളയുക വഴി അവരുടെ ഡിഫൻസ് എന്ന് പറയുന്ന സാധനം ഇല്ലാതായിപ്പോയി. അപ്പൊ അതുകൊണ്ടാണ് ഈ എയർ സുപ്പീരിയോറിറ്റി ഇത്ര എളുപ്പത്തിൽ ഇസ്രായേലിന് നേടാൻ കഴിഞ്ഞത്. കൂടാതെ മൊസാദ് ഇവരുടെ രാജ്യത്തേക്ക് കള്ളക്കടത്തായിട്ട് കടത്തിക്കൊണ്ട് ചെന്ന ഡ്രോണുകള്, റോക്കറ്റ് ലോഞ്ചറുകൾ, റോക്കറ്റ്സ് ഇതെല്ലാം ആ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അത് കടത്തിക്കൊണ്ട് പോയിട്ട് ഇവർക്ക് ഇത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ തന്നെ സഹായം കിട്ടുന്നത് കൊണ്ടാണ്. കാരണം ഈ മത റെജിമിനെതിരെ വലിയ ഒരു റിബലിയൻ ആളുകളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ മൊസാദിന് തങ്ങളുടെ ഏജൻസായി ആളുകളെ ആ രാജ്യത്ത് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അവിടെയുള്ള ആളുകളുടെ തന്നെ സഹകരണത്തോടു കൂടിയാണ് മൊസാദ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും ഈ ലേഖനത്തില് വിവരമുണ്ട്. ഇത്രയുമൊക്കെയാണ് ഈ എയർ സുപ്പീരിയോറിറ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് കൈമാറും.